വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. മനസ്സ്, ശരീരം, പ്രകൃതി എന്നിവയെ ഒരുമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന യോഗാഭ്യാസത്തിന്റെ ഗുണഗണങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ലക്ഷ്യം. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന പ്രമേയം. സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ 69ാമത് പൊതുസഭയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് യോഗ. മനസ്സിന്റെയും ശരീരത്തിന്റെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഐക്യത്തെ യോഗ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വിലപ്പെട്ട ഒരു സമഗ്രമായ സമീപനമാണിത്. യോഗ വെറും വ്യായാമമല്ല, നിങ്ങളുമായി, ലോകവുമായി, പ്രകൃതിയുമായി ഐക്യബോധം കണ്ടെത്തുവാനുള്ള ഒരു മാർഗമാണിതെന്ന് പ്രധാനമന്ത്രി മോദി അന്ന് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. യോഗയുടെ ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഇത് യോഗ ഓരോരുത്തരുടെയും ദിനചര്യയിൽ ഉൾപ്പെടുത്തുവാൻ പ്രോത്സാഹിപ്പിക്കും. ഈ വർഷത്തെ യോഗയുടെ തീം എന്ന് പറയുന്നത് ഒരു ലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലോകത്തിൻ്റെ ഒരു സാഹോദര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടും യോഗ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു പരിശീലിപ്പിക്കുക, ഡെയിലി ലൈഫിൽ ഒരു റൂട്ടീനായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ യോഗയുടെ തീം എന്ന് പറയുന്നത്. നടുവേദന, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ശാരീരിക രോഗങ്ങൾ തടയുവാനും നിയന്ത്രിക്കുവാനും യോഗയ്ക്ക് സാധിക്കും. യോഗ ആസനങ്ങൾ ചെയ്യുന്നത് മൊത്തത്തിലുള്ള ക്ഷേമത്തിന് ഗുണം ചെയ്യും. വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും വർക്ക് ലോഡും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ്സിലേക്ക് പോകുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഇന്ന് ആളുകൾ തിരഞ്ഞെടുക്കുന്ന യോഗയാണ്. ഇപ്പോൾ ഒരുപാട് യോഗ സെന്ററുകളും മെഡിറ്റേഷൻ സെന്ററുകളും എല്ലാം നമ്മൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് കാണാറുണ്ട്. അതിൽ നമ്മൾ ആളുകൾ ഓൺലൈനായിട്ടും അതായത് യൂട്യൂബ് നോക്കിയിട്ടും എല്ലാമായിട്ടാണെങ്കിലും യോഗ ചെയ്യുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുവാൻ യോഗ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. യോഗ ശ്വസന രീതിയെ നിയന്ത്രിക്കുന്നു. അത് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. പഠനങ്ങൾ അനുസരിച്ച് വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാൻ യോഗ സഹായിക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.